നമസ്കാരം. മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പങ്ങ റെസിപ്പിയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പങ്ങ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കപ്പങ്ങ ഏതിലിട്ടാലും അതെ, സാമ്പാറിലായാലും അവിയലിലായാലും തോരൻ ഉണ്ടാക്കാച്ചാലും വലിയൊരു ടേസ്റ്റുള്ള, എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ കപ്പങ്ങ. ഞങ്ങൾ കറുത്തുങ്കായ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടൊരു ഉഷാറ് പുളിങ്കറി ആട്ടോ ഒന്ന്, സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പുളിങ്കറി. അപ്പം ഞാൻ അതാ കപ്പങ്ങയ്ക്ക് കറുത്തുങ്കായ പറയും ഞങ്ങൾ, നന്നായിട്ട് കഴുകിയിട്ട് നുറുക്കി വെച്ചതാണ്. ഇതിലേക്ക് പരിപ്പും വേണ്ട. ഞാൻ പരിപ്പിട്ട പുളിങ്കറി പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നാളികേരം വേണ്ട. അങ്ങനെ ഒരു സ്പെഷ്യൽ പുളിങ്കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലൊന്നും വേണ്ട, മൺചട്ടിയിൽ തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ കപ്പങ്ങ കഷ്ണങ്ങളിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മാത്രം മതി വെള്ളം. നമ്മൾ കഷ്ണം കഴുകിയതാണ്. ഇനി അടുപ്പത്ത് കൊണ്ടയ്ക്കാം. ഉപ്പ് ഇപ്പം തന്നെ ഇടേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്ത് കൊണ്ടയ്ക്കാം. കുക്കറിലൊന്നും ഇടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ പോകാൻ ധൃതിയുള്ള സമയമാണെന്ന് വെച്ചാൽ മാത്രം കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ കൊടുത്തോളൂ. ഞാൻ എന്തായാലും ഇത് തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ പുളിങ്കറിയിലേക്ക് ഞാൻ പറഞ്ഞു പരിപ്പും വേണ്ട, നാളികേരം വേണ്ട. അപ്പോൾ ഒന്ന് വറുത്തെടുക്കണം കുറച്ച് സാധനങ്ങൾ, വളരെ കുറച്ച്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കുഞ്ഞി കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/4 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുഴുവൻ മല്ലി, പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് എരിക്കനുസരിച്ചുള്ള ചുമന്ന മുളക് അതും കൂടി ഇടാം. അത്ര മതി. നമ്മൾ പച്ചമുളകൊന്നും അധികം കറിയിൽ ഇട്ടിട്ടില്ലല്ലോ. ഇതൊന്ന് നന്നായിട്ട് ആയി വരണം. വീണ്ടും പറയണു, ഉഴുന്ന് വേണം, മുഴുവൻ മല്ലി വേണം, ചുമന്ന മുളക് വേണം, അതേപോലെ തന്നെ കുറച്ച് ഉലുവ കേട്ടോ. അപ്പോൾ ഉഴുന്ന് പരിപ്പ് അതെങ്ങനത്തേതായാലും വേണ്ടില്ല. ഇതൊന്ന് നമുക്ക് കളറ് മാറണം, എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. നമ്മുടെ കപ്പങ്ങ കഷ്ണം അവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുളിങ്കറിയിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉലുവ എടുക്കാൻ കാരണം ലാസ്റ്റിൽ വറവിൽ നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കേണ്ടതുണ്ട് കേട്ടോ. അമാതിരി ഒരു നുള്ളു മതി കടുക്, വറ്റൽമുളകും കറിവേപ്പിലയും, അത്രയാണ് വറുത്തിടാൻ വേണ്ടത്. അപ്പോൾ ഇതൊന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കണം കേട്ടോ. മുളക് ഇങ്ങനെ ഒന്ന് കളറൊക്കെ മാറിക്കോട്ടെ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇരിക്കട്ടെ. അപ്പോൾ കണ്ടോ, നമ്മുടെ കപ്പങ്ങയുടെ കഷ്ണങ്ങൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, അതിൽ തന്നെയുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് വെള്ളം കുറച്ചായി, അതിൽ കിടന്ന് വെന്തോളും. ഈ സമയത്ത് മതി നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് ഉപ്പൊക്കെ കഷ്ണത്തിലൊക്കെ പിടിക്കട്ടെ. അതേപോലെ തന്നെ ഞാൻ ഒരു വളരെ ചെറുനാരങ്ങ വലിപ്പത്തിൽ മതി, കാരണം ക്വാണ്ടിറ്റി അത്രയേ ഉള്ളൂ. പുളി ഞാൻ കുറച്ച് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ആവുന്ന ഒരു പുളിങ്കറിയാണ്. ഇപ്പോൾ കണ്ടോ, കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മുടെ കപ്പങ്ങ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടോ, പുളി ഒഴിച്ചിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം, പുളിങ്കറിയില്ലേ ഇത് ഒഴിച്ചു കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളമാവാം. ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റിൽ ഇങ്ങനൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കഷ്ണത്തിലൊക്കെ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കമ്മിയായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അതൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം ചെയ്തോളൂ. ഇനി ഒരു നുള്ള് കായപ്പൊടി മതി. പക്ഷേ അതിൻ്റെ ഒരു ഫ്ലേവറും ഒരു വാസനയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്, ഒരുപാട് ഇടരുത് കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പില താത്തി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, അല്ലെങ്കിൽ ഒരു കുഞ്ഞേ ശർക്കരയുടെ കഷ്ണം. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു വറവാണ്. വറവിലേക്ക് വളരെ കുറച്ച് എണ്ണയിൽ, ഒരു 3/4 ടീസ്പൂൺ മതി എണ്ണയിൽ, നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില, പിന്നെ ചുമന്നുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞിതാക്കി നുറുക്കിയിടാം. സവോള ചെറുതാക്കി അരിഞ്ഞിടണ്ട കേട്ടോ. എൻ്റെ കയ്യിൽ ചുമന്നുള്ളി ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്ത് വറവിൽ അത് ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക്
ഹായ് നമ്മുടെ വറവ്, അടിപൊളി വറവ് കഴിഞ്ഞ പരിപാടി. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. മുളക് പൊടിയൊന്നും ഇടാതെ ഇതേപോലെ കുറച്ച് വറുത്തരച്ചിട്ടുണ്ടാക്കി നോക്കൂ. എന്താവും ടേസ്റ്റ് അറിയോ? ചോറ് വിളമ്പിയിട്ടുണ്ട്. കപ്പങ്ങ പുളിങ്കറി, പരിപ്പ് ഇട്ടിട്ടില്ല, നാളികേരം അരച്ചിട്ടില്ല. ഓക്കെ, പുളിങ്കറിയിലേക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് തൈരാണ്. കുറച്ച് തൈരും കൂടെ ഒഴിച്ചു. കുഴയ്ക്കാം. എല്ലാവരും കഴിച്ചോളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബായ്.